നമസ്കാരം. വടകരയിൽ നമ്മുടെ RMP നേതാവ് ശ്രീ KS ഹരിഹരൻ നടത്തിയ ഒരു അനൗചിത്യ പ്രസ്താവനയിൽ, അതല്ലെങ്കിൽ പലരും പറയും പോലെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഹരിഹരൻ തന്നെ തനിക്ക് സംഭവിച്ചു പോയ തെറ്റിൽ നിർവ്യാജം ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്നത് എന്ത് കാടൻ നീതിയുടെ ഭാഗമാണെന്ന് സഖാക്കളൊന്ന് പറഞ്ഞു തരണം. ബോംബല്ല, അത് എന്താ പറയുക, പടക്കമാണെന്നാണ് ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത്. നിങ്ങളതിനെ ഇനി പടകമെന്നോ പോത്തിരിയെന്നോ മത്താപ്പെന്നോ എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിച്ചോ. കാരണം അങ്ങനെയാണല്ലോ, ഈ നമ്മുടെ പാനൂരിൽ ബോംബ് പൊട്ടിയപ്പോൾ നിങ്ങളുടെ മൂത്തൊരു സഖാവ് പറഞ്ഞത് അത് പടകമാണെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പൊട്ടലും ഒന്നും നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമൊന്നും ആയിരിക്കില്ല. അപ്പം സഖാവ് ഹരിഹരൻ്റെ വീടിന് നേർക്ക് എറിഞ്ഞത് എന്താ പറയുക, പടകമാണ്, ബോംബല്ല. ഇതെന്താ പടകം എറിഞ്ഞ് കളിക്കാൻ? ഇതാണോ എന്താ പറയുക, ഇങ്ങനെ ഹരിഹരൻ തെറ്റായ ഒരു പ്രസ്താവന നടത്തി. ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന് സംഭവിച്ച നാക്ക് പിഴ എന്നൊന്നും പറയുന്നില്ല. പ്രസംഗത്തിനിടയിൽ വളരെ സ്വാഭാവികമായി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് എല്ലാവർക്കും ബോധ്യമില്ല. കാരണം മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിൽ പിന്നെ അദ്ദേഹം മാപ്പ് പറയില്ലല്ലോ. ഞാൻ പറഞ്ഞത് ശരി എന്ന നിലപാടിലല്ലേ അദ്ദേഹം ഉറച്ചു നിൽക്കേണ്ടത്. അതല്ല, തനിക്ക് സംഭവിച്ചു പോയ ഒരു തെറ്റ്, അല്ലെങ്കിൽ താൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിഹരൻ ഈ ഒരു പ്രസംഗത്തിന് ശേഷം അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞ് ചാനലുകളോട് അദ്ദേഹത്തെ പ്രതികരണം ആരാഞ്ഞ ചാനലുകൾക്ക് മുമ്പിലൊക്കെ അദ്ദേഹം ഇതിൽ പരാമർശ വിധേയരായ നമ്മുടെ ശൈലജ ടീച്ചറോടും മറ്റേ സിനിമാ നടിയോടും ഒക്കെ ഹരിഹരൻ മാപ്പ് പറഞ്ഞു. ഇവിടെ മാപ്പ് പോലും പറയാത്ത, ഇതിനേക്കാൾ ആക്ഷേപകരമായ, ഇതിനേക്കാൾ കേട്ടാൽ അറയ്ക്കുന്ന, ഒരിക്കലും പറഞ്ഞുകൂടാത്ത നിന്ദ്യമായ ക്രൂരമായ പരാമർശങ്ങൾ KK രമയ്ക്കെതിരെ, എന്താ പറയുക, നമ്മുടെ രമ്യ ഹരിദാസിനെതിരെ, ആ തോട്ടം തൊഴിലാളികൾക്കെതിരെ, ഇങ്ങനെ വേണ്ട ആർക്കെതിരെ വേണമെങ്കിലും എന്തും പറയാവുന്ന കുറേ നേതാക്കന്മാർ നമുക്കിടയിലുണ്ടല്ലോ. അവരുടെ അനുയായികളാണ് ഇപ്പോൾ വന്ന് പറയുന്നത് ഇവരാദ്യമായിട്ട്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രസ്താവനകൾ. മന്ത്രി R ബിന്ദു മുതൽ ഇങ്ങോട്ട് എന്താ പറയുക, ദീപാ നിശാന്ത് വരെയുള്ള ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. ഇതല്ല യഥാർത്ഥത്തിൽ ഹരിഹരൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. ഇത്തരം ഒരു പരാമർശം ഒരു പൊതുവേദിയിൽ വെച്ച് പറയുന്നത് ശരിയല്ല. മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റിയേക്കാം. തെറ്റുകൾ പറ്റുമ്പോൾ ആ തെറ്റുകൾ തിരിച്ചറിയുകയും മാപ്പ് പറയുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ രീതി. അങ്ങനെ ഹരിഹരൻ മാപ്പ് പറഞ്ഞു, ഖേദപ്രകടനം നടത്തി, പോലീസ് കേസും എടുത്തു. ഇനി അതൊന്നും പോരാഞ്ഞ് നമ്മുടെ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ് പറയുന്നത് ഇതൊന്നും മാപ്പ് കൊണ്ട് തീരുന്ന പ്രശ്നമല്ലാന്ന്. എന്താ മാഷ്, പിന്നെ മാപ്പ് കൊണ്ട് തീരാതെ പിന്നെ ബോംബ് പൊട്ടിക്കലാണോ വഴി? അനൗചിത്യമായ ഒരു പ്രസ്താവന ഒരാൾ നടത്തിപ്പോയി, അതിൽ അയാൾ ഖേദം പ്രകടിപ്പിച്ചു. നിങ്ങളുടെ പോലീസ് അയാൾക്കൊരു കേസും എടുത്തു, അന്വേഷിക്കട്ടെ. അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്ക് തക്കതായ ശിക്ഷ നൽകട്ടെ. അതല്ലാതെ രാത്രി പോയി കണ്ട് അയാളുടെ വീട് നേരെ ബോംബ് എറിയുകയാണ് ചെയ്യുക. ഇതെവിടെ തന്നെയാണ്? നിങ്ങളുടെ ചെറിയ സഖാവ് വസീഫ്, DYFI നേതാവ് വസീഫും ഇതേപോലെ പറഞ്ഞു, ഇതിലൊന്നും നിൽക്കില്ല, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. എന്താ വസീഫെ, എന്താ നിങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നത്? ഹരിഹരനെ നിങ്ങൾ ഇന്നോവ പറഞ്ഞയച്ച് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പോലെ 51 വെട്ടി കൊല്ലാൻ പോവുകയാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. വടകരയിൽ നമുക്കറിയാം, വടകരയിൽ ഷാഫി പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ സഖാക്കൾ ആകെ അസഹിഷ്ണുതയിലാണ്. ഈ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അറിയാം. അദ്ദേഹം ഒരു എന്താ പറയുക, മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ വോട്ടഭ്യർത്ഥിക്കുന്ന ആളോ അല്ലെങ്കിൽ വർഗീയ ചേരിവ് തിരിവ് ഉണ്ടാക്കുന്ന ആളോ ഒന്നും അല്ല. ഇതൊക്കെ വളരെ കേരള സമൂഹം അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ ഷാഫിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ,
ശൈലജ ടീച്ചറുടെ എന്താ പറയുക മോർഫ് ചെയ്ത വീഡിയോ, ശൈലജ ടീച്ചറുടെ ഫേക്ക് പോസ്റ്ററുകൾ, അവസാനം വീഡിയോ ഇല്ല, മോർഫ് ചെയ്ത വീഡിയോ ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. ഇത് അന്വേഷിക്കുന്നവരാണ്. ഇത് അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ പോലീസാണ്. പിണറായി വിജയന്റെ പോലീസ് ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു വ്യാജ അല്ലെങ്കിൽ മോർഫ് ചെയ്ത വീഡിയോ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് ക്രിയേറ്റ് ചെയ്ത ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതേപോലെ ആയിരുന്നല്ലോ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇതേപോലെ എന്താ പറയുക അസഭ്യ പരാമർശങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക പരാമർശങ്ങളൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞു കണ്ട് കുറെ കാടിളക്കി ആരൊക്കെയോ അറസ്റ്റ് ചെയ്തു. അവസാനം അത് എന്തായി ആർക്കും അറിയില്ല. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ ശൈലജ ടീച്ചർക്ക് എതിരെ ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോ വന്നു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ മോർഫ് ചെയ്ത വീഡിയോ വന്നു എന്ന് പറയപ്പെടുന്നു. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണ്ടേ? ഇത് അന്വേഷിക്കേണ്ടത് പോലീസല്ലേ, പിണറായിയുടെ പോലീസല്ലേ? അപ്പൊ ഈ പോലീസ് ഇത്രയായിട്ടും ആളെ പിടികിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മറ്റൊന്ന്, ഏറ്റവും അവസാനം ഷാഫിക്കെതിരെ പറഞ്ഞ ഏറ്റവും അവസാനത്തെ കഥ എന്ന് പറയുന്നത്, ഷാഫി എന്ന് പറയുന്നത് ഒരു ദീനിയായ യുവാവാണ്. ശൈലജ ടീച്ചർ കാഫിറാണ്, കാഫിറിന് വോട്ട് ചെയ്യരുത്, ദീനിയായ യുവാവിന് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു കണ്ട അത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചാരണം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഇത് അവസാനം ഈ ആരോപിക്കപ്പെട്ട ആരോപണ വിധേയനായ ലീഗ് നേതാവ് തന്നെ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. ഇത് അന്വേഷിക്കണം, കണ്ടെത്തണം ആരാണ് ഇത് ചെയ്തത് എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ശൈലജ ടീച്ചർ മത്സരിക്കുന്നതിനോടും ശൈലജ ടീച്ചർ തോൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇവിടുത്തെ UDF-കാരെക്കാളും ഇവിടുത്തെ ലീഗുകാരെക്കാളും ഒക്കെ ആഗ്രഹിച്ച ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാരാണെന്നും അറിയാം. ശൈലജ ടീച്ചറെ വെട്ടി നിരത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇത് ആരാണ്? അവരാണെന്ന് പറയുന്നില്ല, ആരാണ് എന്ന് നാം അറിയേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ KS ഹരിഹരന്റെ ഈ പ്രസ്താവന, അദ്ദേഹം നടത്തിപ്പോയ ഒരു പ്രസ്താവന, ഇത് എന്താ പറയാ അതീവ ഒരു കൊലക്കുറ്റം പോലെ അല്ലെങ്കിൽ അതിഭീകര പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് സഖാക്കളുടെ ഒരു പ്രതികരണം. ഇവരുടെ നേതാക്കന്മാർ ചെയ്തു കൂട്ടിയ, ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞ KK രമക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ചെക്കുട്ടി കാര്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ വടകരയിൽ ഹരിഹരൻ നടത്തിയത് ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ളൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഹരിഹരൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് RMPയുടെ നിലപാടുകൾ, മൊത്തം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഹരിഹരൻ എന്ന് പറയുന്നത്, KS ഹരിഹരൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനാണ്. അദ്ദേഹം നേരത്തെ ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച ആളാണ്, ഇടതുപക്ഷത്തോടൊപ്പം CPM-നോടൊപ്പം ചേർന്ന് നിന്ന ആളാണ്. അവസാനം ഈ TP ചന്ദ്രശേഖരനെ പോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഈ CPM-ന്റെ ശരികേടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് KS ഹരിഹരൻ. അദ്ദേഹം ഇതേപോലെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു നല്ല മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, കമ്മ്യൂണിസ്റ്റ്, ചരിത്രം രേഖപ്പെടുത്തിയ ആള്, ചരിത്രം പഠിച്ച ആള്. അങ്ങനെയുള്ള ഒരാളുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു വാചകം വീണുപോയി. ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു വാചകം മാത്രം മുറിച്ചെടുത്ത് ഇദ്ദേഹത്തെ ശരിപ്പെടുത്തി കളയാം എന്ന് വിചാരിക്കുന്നത് അതൊരു ശരിയായ കാര്യമല്ല. അതിൽ ഇത്രമാത്രം ഇങ്ങനെ കോളൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ചെക്കുട്ടി പറയുന്നത്. ഈ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിൽ പറഞ്ഞതാണ്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് വരാവുന്ന അല്ലെങ്കിൽ വന്നുകൂടായികയില്ലാത്ത ഒരു അനൗചിത്യ പ്രതികരണമായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം മാപ്പ് പറയുന്നു. ഇപ്പം വീണ്ടും ഇത് കത്തിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഇവിടെ ഈ രാഷ്ട്രീയത്തിൽ വയലൻസ് ഒരു ശീലമാക്കിയ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്കാണ് എന്തും ഏതും വയലൻസിന്റെ ഭാഗത്തിലൂടെ കൊണ്ടുപോകാനുള്ള താല്പര്യം. ഇനി വാക്ക് പിഴച്ചാൽ ബോംബാണോ പ്രതിവിധി എന്നാണ് നമ്മുടെ ശക്തിധരൻ ചോദിക്കുന്നത്. ശക്തിധരന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം പറയുന്നു, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ആശയ സംവാദങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാഗ്മിയാണ് ശ്രീ KS ഹരിഹരൻ. അതിൽ ആർക്കും തർക്കമുണ്ടാവും തോന്നുന്നില്ല. ചിന്തോദ്ദീപകമായ പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. ഒരിക്കലും ഇത്തരത്തിലുള്ള സ്ഖലിതങ്ങൾ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ഏറ്റവും ചടുലമായ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയ അതിർവരമ്പുകൾക്ക് അതീതമായ
വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഹരിഹരന് ആ ഈടുവെപ്പുകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പാളിപ്പോയ നാവിൻ്റെ പിഴയെ അദ്ദേഹം സ്വയം ശപിക്കുന്നുണ്ടാകും. അതോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഘനീഭവിച്ചു നിന്ന ആ നാടിനോടുള്ള ഈ ക്ഷോഭത്തിൻ്റെ വൈകാരികത വഴിതെറ്റി അണപൊട്ടി ഒഴുകിയതാണോ എന്നും അറിയില്ല എന്നാണ് ശക്തിധരൻ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെ, ഹരിഹരൻ്റെ വസതിക്ക് നേരെ രാത്രി നടന്ന മിന്നലാക്രമണം എന്നത് ഒറ്റപ്പെട്ട ഒരു ക്ഷോഭ പ്രകടനം മാത്രമായി അവസാനിച്ചാലും അത് പൊറുക്കാവുന്നതല്ല. ബോംബ് സ്ഫോടനം വരെയുള്ള സംഭവങ്ങൾക്ക്, അത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ ആസൂത്രണം, ഇനിയും ഇത്തരം നീച പ്രവൃത്തികൾക്ക് ശേഷിയുണ്ട് എന്നുള്ള ഒരു വിളംബരം കൂടിയാണ്. എവിടെ നിന്നാണ് പൊടുന്നനെ ഇവർക്ക് ഈ ബോംബൊക്കെ കിട്ടുന്നത്? ഈ ബോംബ് കൊണ്ട് നടക്കുകയാണോ ഇവരെല്ലാം? ഒരു പ്രതികരണം ഉണ്ടായ, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ഇവർ. അതിന് കച്ചകെട്ടി നിൽക്കുന്ന ഒരു കൂട്ടം വഴിതെറ്റിയ ആളുകൾ. ഈ പ്രസ്ഥാനത്തിന്റെ ശാപമാണത്. പക്ഷേ ആരാധ്യനായ മാധവൻ മാഷയുടെ ലെഗസി ജ്വലിച്ചു നിൽക്കുന്ന മണ്ണിൽ ഇത് വേണ്ടായിരുന്നു. ആ പരീക്ഷണം ആ കുടുംബത്തെയും ആ വസതിയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട് എന്ന് ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നു. പഞ്ചായത്തിലെ ദീർഘകാലത്തെ ഭരണസാരഥികളിൽ ഒരാളെന്ന നിലക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് 3 പതിറ്റാണ്ടിലേറെ വിദ്യ പകർന്നു കൊടുത്ത ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക്, ഗ്രാമീണ വായനശാലയുടെ സ്ഥാപകൻ എന്ന നിലയ്ക്ക്, ഇങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാഷിന്റെ ഓർമ്മകൾക്ക് താങ്ങായി നിൽക്കുന്ന ആ ചുമരുകൾക്ക് നേരെയാണ് ഏതോ അവിവേകികളിൽ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. അത് തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ്. ഈ വീടിന് നേരെ ആക്രമണം നടത്തണമെന്നത് ഏതോ നിഗൂഢ കേന്ദ്രത്തിൽ കൈക്കൊണ്ട തീരുമാനമായിരിക്കാനേ തരമുള്ളൂ എന്നും ശക്തിധരൻ മുന്നറിയിപ്പ് നൽകുന്നു. പോലീസ് ഊർജ്ജസ്വലമായിരുന്നെങ്കിൽ പ്രതികളെ ഇതിനകം തന്നെ കയ്യോടെ പിടികൂടാമായിരുന്നു. അവർക്കെതിരെ നടപടി എടുക്കാമായിരുന്നു. കാരണം അക്രമികൾ സഞ്ചരിച്ച വാഹനം ഇത് പോലീസിന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. ആ വാഹനത്തിന്റെ നമ്പർ വരെ പോലീസിന് ലഭ്യമായതാണ്. പക്ഷേ പിടികൂടിയില്ല, നടപടി എടുത്തിട്ടില്ല. നമുക്കറിയാം, പൂക്കോട്ടെ സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ ഈ കൊലപാതക അന്വേഷണത്തിൽ പോലും അലംഭാവം കാണിച്ച പോലീസാണിത്. അവർക്ക് ഇതൊക്കെ ഈ സംഭവമൊക്കെ, KS ഹരിഹരന്റെ വീട് നേർക്ക് ഒരു ബോംബ് എറിഞ്ഞുള്ള സംഭവമൊക്കെ അവർക്ക് വെറും കേസാവാം. അതുമല്ല, ഈ മാധവ മാഷിന്റെ വസതിയിൽ ഇപ്പോൾ താമസിക്കുന്നവർക്ക് ഇപ്പോഴുള്ള സുരക്ഷിതത്വം പോലും ഇനി കൊടുക്കേണ്ട എന്ന് ആജ്ഞാപിക്കാൻ ശക്തിയുള്ളവരാണ് മുകളിലുള്ളത്. അതും സംഭവിച്ചേക്കാം. പക്ഷേ അതിന് കയ്യൊപ്പ് വെച്ച് കൊടുക്കണോ ഈ പോലീസ്? അതാണ് ശക്തിധരൻ ചോദിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും വാഗ്മിയും ചിന്തകനുമായ ഡോക്ടർ ആസാദ് കളിച്ചു വളർന്ന വീടാണത്. മാധവ മാഷിന്റെ ഏക മകനാണ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ആസാദ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവാണ് ഈ പറയുന്ന KS ഹരിഹരൻ. ആയുധം ഉറയിലിടുകയാണ് നല്ലത് സഖാക്കളെ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ മോഹനൻ മാഷും വസീഫും മറ്റു സഖാക്കന്മാരും ഈ വിവാദം ദയവായി കത്തിക്കരുത്. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത്രേ പറയാനുള്ളൂ. കാരണം ചികഞ്ഞ് പോയാൽ നിങ്ങൾ പോലും ഞെട്ടുന്ന ഒരുപാട് തെളിവുകളായിരിക്കും പുറത്തു വരിക. വേണ്ട സഖാക്കളെ, വേണ്ട. ഈ തീക്കളി വേണ്ട. നമുക്ക് നിർത്താം. തൽക്കാലം ഇത്രമാത്രം. ബാക്കി അടുത്ത വീഡിയോയിൽ.